നമസ്കാരം. രാജ്യത്ത് ജനഗണമന ആലപിക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഇതിനു മുൻപ് വന്ദേ മാതരം 6 ചരണങ്ങൾ ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശത്തിലാണ് ഇത് പറയുന്നത്. ത്രിവർണ്ണ പതാക ഉയർത്തുന്ന ചടങ്ങുകളിലും രാഷ്ട്രപതി, ഗവർണർമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലും 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ള വന്ദേ മാതരം ആലപിക്കണമെന്നാണ് നിർദ്ദേശം. വന്ദേ മാതരം ആലപിക്കുന്ന സമയത്ത് എല്ലാ പൗരന്മാരും എഴുന്നേറ്റ് നിൽക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ ന്യൂസ് റീൽ, ഡോക്യുമെന്ററി, സിനിമാ പ്രദർശനം എന്നിവിടങ്ങളിൽ വന്ദേ മാതരം പ്ലേ ചെയ്യുമ്പോൾ എഴുന്നേൽക്കേണ്ടതില്ല. അപ്പോൾ തൽക്കാലം ഇരുന്നു കൊണ്ട് വാർത്ത കാണുക, കേൾക്കുക. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. മാളാപ്പള്ളിപ്പുറം പള്ളിയിൽ ഗാനമേളയ്ക്കിടെ നൃത്തം ചെയ്തവരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കനത്തു. അതിക്രമം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് അപമാനകരമാണെന്ന് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി. മാളയിൽ അജ്ഞാതരുടെ കല്ലേറിൽ വീടിന്റെ ജനൽപ്പാളികൾ തകർന്നു. മാള കോട്ടുപാടത്തിൽ വിജയഗിരി സ്കൂളിന് സമീപമുള്ള മാളിയേക്കൽ ആനിയുടെ വീടിന് നേരെയാണ് അജ്ഞാതർ കല്ലെറിഞ്ഞ് ആക്രമണം നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. തിരുവഞ്ചിക്കുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന കൂട്ടാനയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ശിവരാത്രി മഹോത്സവത്തിനെത്തിച്ച ഊട്ടോളി മഹാദേവൻ എന്ന കൊമ്പനാണ് കൂടെയുണ്ടായിരുന്ന മൂത്തകുന്നം പത്മനാഭനെ കുത്തിയത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മാളാപ്പള്ളിപ്പുറം പള്ളിയിൽ ഗാനമേളയ്ക്കിടെ നൃത്തം ചെയ്തവരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കനത്തു. വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരനും ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പോലീസിന്റെ ലാത്തിചാർജിൽ മർദ്ദനമേറ്റതായാണ് പരാതി. അതിക്രമം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് അപമാനകരമെന്ന് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയും കുറ്റപ്പെടുത്തി. ഞായറാഴ്ച രാത്രി ഗാനമേള നടക്കുന്നതിനിടെയാണ് സംഭവം. ഗാനമേളക്കിടയിൽ ഡാൻസ് കളിച്ചിരുന്ന ചിലരോട് പോലീസ് അവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതായും ഇതനുസരിച്ച് ആളുകൾ മാറി നിന്നതായും നാട്ടുകാർ പറയുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ഡാൻസ് കളിച്ചുവെന്നാരോപിച്ച വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ഉദ്യോഗസ്ഥരും ഹോംഗാർഡും ചേർന്ന് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എല്ലാ പള്ളികളിലും ഗാനമേളം പരിപാടികളെല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാല് ഇവിടെ ഒരു തല്ലോ പിടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ഗാനമേള വയ്ക്കുമ്പോൾ നമ്മളെല്ലാവരും തുള്ളും, സാധാരണയാണ്, ചെറുപ്പക്കാരാണ്. അപ്പൊ ഇതിനകത്ത് പോലീസുകാർക്ക് വന്നിട്ട് ഇവിടെ നമ്മളെല്ലാവരെയും തല്ലേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു തല്ല് പിടിയോ ബഹളോ ഒന്നും ഇല്ലാത്തോടത്ത് വെറുതെ വന്ന എല്ലാവരും തല്ലി. ഇത് ഇതില് ഒരാളിപ്പോ ഇവിടെ ഇല്ല. ആളുടെ പുറത്ത് നല്ല രീതിക്ക് പാട് വന്നിട്ടുണ്ട്. അത് ചതഞ്ഞിട്ടിരിക്കുന്നത് കറക്റ്റ് പുറത്ത് നടുക്ക് നേരെ തന്നെ കിടക്കണ അടി. പിന്നെ താഴ്ത്ത് നമ്മുടെ ഇവിടെ പള്ളിയുടെ മാളിപ്പുറം താഴ്ത്ത് ഇറങ്ങുന്ന ഒരു ഇറക്കത്തിലുള്ള ഒരുത്തനെ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി പോലീസുകാരെല്ലാവരും കൂടി വട്ടം കൂട്ടിയിട്ട് തല്ലുണ്ട്. ഇതൊന്നും പോരാണ്ട് പോലീസുകാർ തല്ലണത് കണ്ടിട്ട് ചെറിയ പിള്ളേർ വരെ പേടിച്ച് ഓടിയിട്ട് വീണു, കൈയൊടിഞ്ഞ്. ഇപ്പോൾ ഇന്ന് അതിൻ്റെ സർജറിയാണ്. സംഭവ സമയത്ത് ഗാനമേള നടക്കുന്ന സ്ഥലത്ത് യാതൊരു സംഘർഷാവസ്ഥയും ഉണ്ടായിരുന്നില്ലെന്നും പ്രശ്നക്കാരായ ആരെങ്കിലും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ് വേണ്ടിയിരുന്നതെന്നും ഇതിനു പകരം നിരപരാധികളായ ആളുകളെ മർദ്ദിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും നാട്ടുകാർ പറയുന്നു. പോലീസിന്റെ ലാത്തിചാർജിനെ തുടർന്ന് ഭയന്നോടി വീണ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഷോൾഡർ എല്ലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് അതിക്രമം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് അപമാനകരമാണെന്ന് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി കുറ്റപ്പെടുത്തി. അകാരണമായി നിരവധി വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് മാള പോലീസ് ലാത്തി ഉപയോഗിച്ച് മൃഗീയമായി തല്ലിച്ചതച്ചത്. അനിഷ്ട സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് പ്രസിഡന്റ് പി.വി. വിനു, സെക്രട്ടറി I.S. അക്ഷയ്, ട്രഷറർ സാലിഖ് ഫസലുദ്ദീൻ എന്നിവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം മാള. മാളയിൽ അജ്ഞാതരുടെ കല്ലേറിൽ വീടിന്റെ ജനൽപ്പാളികൾ തകർന്നു. മാള കോട്ടുപാടത്തിൽ വിജയഗിരി സ്കൂളിന് സമീപമുള്ള മാളിയേക്കൽ ആനിയുടെ വീടിന് നേരെയാണ് അജ്ഞാതർ കല്ലെറിഞ്ഞ് ആക്രമണം നടത്തിയതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം നടന്നത്. കല്ലേറിൽ വീടിന്റെ ജനൽപ്പാളികൾ തകർന്നു. ചില്ലുകൾ വീടിനകത്ത് ചിതറിക്കിടക്കുന്ന നിലയിലാണ്. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ ആളപായം ഒഴിവായി. ആനി മാള പോലീസിൽ പരാതി നൽകി. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മൂത്ത മോളുടെ വീട്ടിലൂടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി രാത്രി കിടക്കാറ് പതിവ്. അപ്പോൾ അവിടെ നിന്ന് ഇന്ന് കാലത്തെ ഇവിടെ വന്നപ്പോൾ ജനലിൻ്റെ ചില്ല് പൊട്ടിച്ചിട്ടേക്കണ്, കട്ടൻ പോയേക്കണ്, കല്ലൊക്കെ ഇവിടെ നിരന്ന് കിടക്കണ്. ഞാൻ അയൽവാസികളെ ഇവരെല്ലാവരും വിളിച്ച് എല്ലാവരും ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതാരാ ചെയ്തതെന്ന് അവർക്കും അറിയില്ലല്ലോ. അപ്പോൾ മെമ്പറെ വിളിച്ചു. മെമ്പർ വന്നപ്പോൾ പറഞ്ഞു സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ പെറ്റീഷൻ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്.
എനിക്ക് വീട്ടിൽ വേറെ ആരും ഇല്ല, 5 പെൺമക്കളാണ്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ, ഭർത്താവും മരിച്ചു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ പൊതുവെ ഒരു ശല്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, പക്ഷെ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ വന്നിട്ട് ഉള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംഘടനകൾ ഫെബ്രുവരി 12 നടത്തുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യോഗം സംഘടിപ്പിച്ചു. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ജോയ് മണ്ടകത്ത് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് പരിപാടി, അതുപോലെ തന്നെ തൊഴിലുറപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ദേശീയ പണിമുടക്കിന് കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് BMS ഒഴിച്ചുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും പങ്കെടുക്കുന്നതായ ഒരു ദേശീയ പണിമുടക്കാണ് നാളെ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലം നമ്മളിതുപോലെ ഒരു പണിമുടക്ക് ദേശീയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുപോലെ പരിപാടി നടത്തുന്നുണ്ടായി. നമ്മളെ സംബന്ധിച്ച് പ്രധാനമായിട്ട് PFRDA നിയമം പിൻവലിക്കണം. ഇന്ത്യ രാജ്യത്ത് 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആർട്ടിക്കിൾ 366 പെൻഷൻ എന്ന് പറയുന്നത് വിരാമകാല വേതനമാണ്. അത് ഗവൺമെന്റുകളുടെ ഔദാര്യമല്ല, ജീവനക്കാരുടെ അവകാശമാണ് എന്നതിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. പ്രസിഡന്റ് PP പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PS സേതുമാധവൻ, ജോൺസൺ കണ്ണൻപുഴ, KS ഉണ്ണികൃഷ്ണൻ, PD തോമാക്കുട്ടി, KB ശശി, ഗോപൻ MA, KK ദേവസിക്കുട്ടി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ തിരുവഞ്ചിക്കുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന കൂട്ടാനയെ കുത്തി പരിക്കേൽപ്പിച്ചു. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിനെത്തിച്ച ഊട്ടോളി മഹാദേവൻ എന്ന കൊമ്പനാണ് കൂടെയുണ്ടായിരുന്ന മൂത്തകുന്നം പത്മനാഭനെ കുത്തിയത്. ആക്രമണത്തിൽ പത്മനാഭന് നേരിയ പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൂടെയുണ്ടായിരുന്ന ആനയെ കുത്തി. ശിവപാർവതി മണ്ഡപത്തിന്റെ 2 തൂണുകളും ഗേറ്റും തകർത്തു. ഊട്ടോളി മഹാദേവൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. കൂടെയുണ്ടായിരുന്ന കൊമ്പൻ മൂത്തകുന്നം പത്മനാഭനെയാണ് കുത്തിയത്. തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ ഇന്നലെ 4:30 ആന ഇടഞ്ഞത്. ശിവേരി എഴുന്നള്ളിപ്പിന് തയ്യാറാകുന്നതിനിടയിലാണ് സംഭവം. കുത്തേറ്റ ആനയെ പാപ്പാന്മാർ സുരക്ഷിതമായി തളച്ചു. ഇടഞ്ഞ ഊട്ടോളി മഹാദേവനെ തളയ്ക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. ശിവപാർവതി മണ്ഡപത്തിന്റെ തൂണുകളും ഗേറ്റും തകർത്തതോടെ ഉത്സവത്തിനെത്തിയവർ പരിഭ്രാന്തരായി. രാത്രി 9 മണിയോടെയാണ് പറവൂരിൽ നിന്നെത്തിയ എലിഫന്റ് സ്ക്വാഡ് ഇടഞ്ഞ ആന ഊട്ടോളി മഹാദേവനെ തളച്ചത്. ആന ഇടഞ്ഞതോടെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തിടമ്പ് കയ്യിലേന്തിയാണ് എഴുന്നള്ളിപ്പ് നടത്തിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അഷ്ടമിത്ര ആയി വീട്ടിൽ ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ദീപാരാധന, എഴുന്നള്ളിപ്പ്, ഗുരുതി പൂജ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നടുമുറി ബാബുശാന്തി, മേൽശാന്തി ഉമേഷ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. അഷ്ടമിച്ചിറ മാരേക്കാട് കണ്ണങ്കാട്ടിൽ അന്നപൂർണേശ്വരി ഭദ്രകാളി നവഗ്രഹ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. പകൽപൂരം, കാഴ്ചശീവേലി, ദീപാരാധന, പള്ളിവേട്ട, വലിയ ഗുരുതി എന്നീ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി TS വിജയൻ, മേൽശാന്തി ഷൈജു നാരായണൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാളപ്പള്ളിപ്പുറം പള്ളിയിൽ ഗാനമേളക്കിടെ നൃത്തം ചെയ്തവരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കനത്തു. അതിക്രമം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് അപമാനകരമാണെന്ന് DYFI മാള ബ്ലോക്ക് കമ്മിറ്റി. മാളയിൽ അജ്ഞാതരുടെ കല്ലേറിൽ വീടിന്റെ ജനൽപ്പാളികൾ തകർന്നു. മാള കോട്ടുപാടത്തിൽ വിജയഗിരി സ്കൂളിന് സമീപമുള്ള മാളിയക്കൽ ആനിയുടെ വീടിന് നേരെയാണ് അജ്ഞാതർ കല്ലെറിഞ്ഞ് ആക്രമണം നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. തിരുവഞ്ചിക്കുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആന കൂട്ടാനയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ശിവരാത്രി മഹോത്സവത്തിനെത്തിച്ച ഊട്ടോളി മഹാദേവൻ എന്ന കൊമ്പനാണ് കൂടെയുണ്ടായിരുന്ന മൂത്തകുന്നം പത്മനാഭനെ കുത്തിയത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.